ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു എഗ് പെപ്പർ മസാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട ബോയിൽ ചെയ്യാനിട്ടിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച ശേഷം ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് ഒരു 2 തക്കാളിയും 4 പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഈ മസാലയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയും നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ സോയാ സോസാണ്. ഡാർക്ക് സോയ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മസാലകളാണ്. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും അതും ഒരു പിഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിനും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുട്ടയും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ 2 സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഇവിടെ തിളച്ച് കുറച്ച് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എഗ് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.